പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 24ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള സിനി എന്നൊരു മകളുടെയും ആ സിനി എന്ന മകളുടെയും ഒരു സാക്ഷ്യമാണ്. ഗ്രേസ് എന്ന മകളുടെ സാക്ഷ്യവും. എൻ്റെ പേര് സിനി, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വചനം കേട്ട മാത്രയിൽ വിശ്വസിച്ച ഒരു മകളുടെ ജീവിതത്തിൽ തൽക്ഷണം സംഭവിച്ച വലിയൊരു ദൈവിക ഇടപെടലിനെ പറ്റിയാണ് ഒരു സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൻ്റെ 1ാമത്തെ ഭാഗത്തിൽ ഈ മകൾ പറയുന്നുണ്ട്, 10 വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 2020 ഞാൻ ജോലി റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2022 കൃപാസനത്തിൽ വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. 2024 മെയ് മാസം 7-ാം തീയതിയാണ് കൃപാസനം മരിയൻ ഉടമ്പടി ആരാധനയിൽ ഈ മകള് പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെയ് 7-ന് യൂട്യൂബ് വഴി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് കരിയർ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടികളെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചിരുന്നു. അവരുടെ ജീവിത വിഷയങ്ങളിൽ ഈശോ ഇടപെടുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം. ഈ മകള് തൽക്ഷണം ആ ഒരു സന്ദേശം വിശ്വസിച്ചതിൻ്റെ മാത്രയിൽ അന്ന് തന്നെ ഈ ജോലി ചെയ്തിരുന്ന കുവൈറ്റിലോട്ട് ആപ്ലിക്കേഷൻ അയച്ച് ആ ജോലി അവിടെ തിരികെ കയറുവാനും ഒപ്പം തന്നെ 2020 ജോലി നിർത്തിപ്പോന്നപ്പോൾ ഒരുപാട് സെറ്റിൽമെൻറ്റ് ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാതാവെല്ലാം ക്രമീകരിച്ച് സെറ്റ് ചെയ്യുന്ന ഒരു സാക്ഷ്യമാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ 1ാം ഭാഗത്തിൽ ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്. 2ാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഗ്രേസ് എന്ന മകളുടെ സാക്ഷ്യമാണ് കാണുന്നത്. ഈ മരിയൻ ഉടമ്പടി അമ്മ എടുത്ത് മുന്നേറിയപ്പോൾ ഈ മകൾക്കും ആ ഒരു കൃപ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു മകളുടെ വ്യക്തിപരമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ. ആ മകൾ പറയുന്നുണ്ട്, ഈശോ സ്വർഗം ആ മകളെ കാണിച്ചു കൊടുത്തു. എൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ഞാൻ സോഫയിൽ ഇരുന്ന് എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു സ്വർഗം കാണിച്ചു തന്നു. യൗസേഫ് പിതാവ് കൈകൂപ്പി യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നതും യേശു ഒരു ചേറയിൽ ഒരു രാജാവായി ക്രൗണും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ യേശുവിൻ്റെ അടുത്ത് അമ്മ മാതാവ് രാജ്ഞിയെ പോലെ ക്രൗണും പിടിച്ച് ഒരു ചേരയിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം മാലാഖമാര് ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു. പിന്നീട് ഈ മകള് പറയുന്നുണ്ട്, പിന്നെ മാതാവ് ഞാനും അമ്മയും ബെഡേ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് അമ്മയുടെ ജോലി പോയായിരുന്നു. അപ്പം അമ്മ മാതാവ് എനിക്ക് അമ്മയുടെ ജോലിന് പോകാനുള്ള സ്ഥലം പറഞ്ഞു തന്നു. അത് കുവൈറ്റ് എന്നാണ് എൻ്റെ അമ്മ മാതാവ് പറഞ്ഞു തന്നത്. ഒപ്പം തന്നെ ത്രിത്വൈക ദൈവത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈ കുഞ്ഞിൻ്റെ അടുത്ത് വരുന്നതായും ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 1ാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങളാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. ആദ്യമായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നത് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ആലുവയിൽ തിയോളജി പഠന ശേഷം ഇടയ്ക്ക് ഈ ഒഴിവ് ദിവസങ്ങളിലാണ് കൃപാസനത്തിൽ വരാറ്. ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങൾ മിക്കവാറും ഞാൻ കൃപാസനത്തിലുണ്ടാവും. അങ്ങനെ ഈ സെപ്റ്റംബർ 8-ന് മുമ്പ് ഒരു ദിവസം ഇതേപോലെ ആലുവയിൽ നിന്ന് നമ്മുടെ കൃപാസനം മിഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വചനം എനിക്ക് കിട്ടി.
വചനം ഇപ്രകാരമായിരുന്നു, മലാക്കി 3:1 തിരുവചനം. ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു വചനമാണ് മാതാവ് എനിക്ക് പറഞ്ഞു തന്നത്. ആ വചനം ഇപ്രകാരമാണ്, ഇതാ നിനക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു, നിങ്ങൾ തേടുന്ന, ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന കർത്താവ് ഉടനെ നിങ്ങളുടെ ആലയത്തിലേക്ക് വരും, നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു വലിയ മെസ്സേജ്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്, മലാക്കി 3:1 നിങ്ങൾ തേടുന്ന ഉടമ്പടിയുടെ ദൂതൻ, നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ഇതാ വന്നു കഴിഞ്ഞു. ഇതാണ് പുതിയ ട്രാൻസ്ലേഷനിൽ. അതായത് ഞാൻ പുതിയ ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ കാരണം POC ഇപ്പോൾ പരിഷ്കരിച്ച രൂപം പുറത്തിറക്കി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഉടമ്പടിയുടെ ദൂതൻ ഇതാ വന്നു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയുടെ ദൂതൻ എന്ന് ലിറ്ററലി അവിടെ വചനത്തിലുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി ആശ്ചര്യപ്പെട്ടു. കാരണം ഞാൻ മരിയൻ ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ആളാണ്. അപ്പോൾ ഉടമ്പടിയുടെ ദൂതൻ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വചനം വിശ്വസിച്ചു. സെപ്റ്റംബർ 8 അതായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സമയം ഞാൻ ആലുവയിലായിരുന്നു. ആ സമയത്ത് ഇതേപോലെ 5 മണി കഴിഞ്ഞ് ഞാൻ പ്രഭാതത്തിൽ ഉണർന്ന സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 14 വയസ്സുള്ള ഒരു ദൂതൻ ഇങ്ങനെ ദർശനത്തിൽ വന്നു. മെസ്സേജ് ഒന്നുമില്ല, ആ ദൂതൻ അവിടെ വന്നു. കാരണം ഞാനിത് പറയാൻ കാരണം, വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാകുന്ന, വചനം മാംസമാകുന്ന വലിയൊരു ദൈവാനുഭവമാണ്. അപ്പോൾ ഇത് ദൂതനാണെന്ന് എനിക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലായതെന്ന് വിചാരിച്ചാൽ, ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2020 ശേഷം 2021 എൻ്റെ ജീവിതത്തിലൊരു പരീക്ഷണ കാലഘട്ടങ്ങളിൽ, അതായത് എൻ്റെ ഒരു ദൈവവിളി രണ്ടാമത്തെ ഒരു സ്റ്റേജിലോട്ട് സ്ഥിരീകരിക്കാൻ ദൈവം എന്നെ എടുത്തുയർത്താൻ ആഗ്രഹിച്ചൊരു സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഈ 14 വയസ്സുള്ള ഒരു ദൂതൻ വന്നിരുന്നതായിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. അന്ന് അച്ഛന് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കുറച്ച് മൂർച്ഛിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അച്ഛന് 9 മണിക്ക് കിടക്കുമായിരുന്നു. ഈ 9 മണിക്ക് കിടക്കാൻ നേരമാണ് ഈ ദൂതൻ, 14 വയസ്സുള്ള ഒരു ദൂതൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ ഒരു സന്ദേശം കൈമാറുന്നത്. അതായത് സന്ദേശപ്രകാരമായിരുന്നു, ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ്. പിറ്റേ ദിവസം തന്നെ അച്ഛൻ എന്നെ വിളിപ്പിച്ചു, എന്താണ് ഈ സന്ദേശം എന്നറിയാൻ വേണ്ടിയിട്ട്. അന്ന് അച്ഛൻ ഇതുപോലെ മെസ്സേജ് എടുത്തപ്പോൾ അന്ന് കിട്ടിയത് ഇപ്രകാരമാണ്, കൃപാസനത്തിലെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കും. അതായത് ജോമോളുടെ ഒരു സന്യാസ ഭവനം അച്ഛൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ്. ആ സന്യാസ ഭവനം കൃപാസനത്തിൽ നിലവിൽ വരും. ഇതായിരുന്നു അന്ന് ഈ ദൂതൻ വന്ന് കൈമാറിപ്പോയൊരു മെസ്സേജ്. അപ്പോൾ ഈ ദൂതൻ്റെ ഈ ഒരു മെസ്സേജ് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഈ ദൂതൻ ഈ മലാക്കി 3:1 വചനം മിഷൻ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നീട് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന സമയം ഈ ദൂതൻ പ്രത്യക്ഷത്തിൽ വന്നപ്പോൾ, അന്ന് ജോസഫ് അച്ഛന് പ്രത്യക്ഷനായ ഒരു ദൈവിക ദൂതനെ പോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇത് എന്നെനിക്ക് വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഈ ഒരു സാക്ഷ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാകും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ മകള് ഒരു ജീവിതത്തിലെ ഒരു ആഴക്കടലിലേക്ക് മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന, എന്ത് ചെയ്യണമെന്ന്, മുന്നോട്ട് എങ്ങനെ നീങ്ങണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു മരിയൻ ഉടമ്പടി ധ്യാനം കേൾക്കുന്നത്. അപ്പോൾ ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ്, കഴിവ് നഷ്ടപ്പെടുത്തിയ വ്യക്തികളെ കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നത്. അന്ന് തന്നെയാണ് ആ മകള് ജോലി നഷ്ടപ്പെടുത്തിയ ആ ഇടത്തേക്ക് ലെറ്റർ അയച്ച് ജോലിക്ക് തിരികെ കയറുന്നത്. ഈ ഒരു സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വീണ്ടും വന്ന ഒരു വചനമുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസം ലൂർദിലായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ദിവ്യബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പം അച്ഛന് ഒരു വലിയ വെളിപാട് പരിശുദ്ധ ദൈവമാതാവ് കൊടുത്തു. അതായത് വെളിപാട് ഇപ്രകാരമാണ്, വചനത്തിന് സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും, സൂക്ഷ്മം സ്ഥൂലം. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്പിരിച്വലി റിലേറ്റഡ് ആണ്, ആത്മീയമായി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു ശരീരമാണ്. അപ്പോൾ ഈ വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനം എപ്പോഴും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ എപ്പോഴും പറയാറുള്ളതാണ്, ഈ വചനം മാംസം ധരിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. എപ്പോഴാണ് അത് വചനം മാംസം ധരിക്കുന്നത്? അത് വിശ്വസിക്കുമ്പോഴാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇതിനെ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്, അക്ഷരവചനങ്ങളുണ്ട്, അനുഭവ വചനങ്ങളുണ്ട്.
അക്ഷരവചനങ്ങൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. വചനം അത് വിശ്വസിച്ച് കഴിയുമ്പോഴാണ് അത് നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. വീണ്ടും ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയൊക്കെ പല പല സംഭവങ്ങളാണ് ഈ വചനം വിശ്വസിച്ചതുമായിട്ട് ഉള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്. അത് ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലാണ്. മാമ്രയുടെ ഓക്കുമര ചുവട്ടിൽ ആയിരുന്നു കൊണ്ട് അബ്രഹാം ഒരു വലിയൊരു തീർത്ഥയാത്രയുടെ ആരംഭം കുറിക്കുമ്പോൾ ദൈവം അബ്രഹത്തെ സന്ദർശിക്കുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. അതായത് വിശ്വാസികളുടെ പിതാവായി ദൈവം തെരഞ്ഞെടുത്ത അബ്രഹത്തിൻ്റെ വിശ്വാസ ജീവിത യാത്ര ആരംഭിക്കുന്നത് ദൈവം അബ്രഹത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണെങ്കിൽ ഇവിടെ ഒരു സന്ദർശനമാണ് ഈ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിനോട് ഈ കർത്താവ് ദൈവം ഈ സന്ദേശം, അതായത് അടുത്ത വസന്തത്തിൽ വരുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ള വചനം കൈമാറുമ്പോൾ, ദൈവം തന്നെ കൈമാറുമ്പോൾ സാറ അവിടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, വലിയൊരു ചോദ്യമാണത്, ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന്. അത് ഉൽപ്പത്തി 18-14 തിരുവചനമാണ്. യഥാകാലം ആ വചനം നിറവേറുമെന്ന് പറഞ്ഞിട്ടാണ് ദൈവം അവിടെ നിന്ന് പോകുന്നത്. രണ്ടാമതായിട്ട് പുതിയ നിയമത്തിൽ 2 വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് സക്രിയയും രണ്ടാമതായി പരിശുദ്ധ ദൈവമാതാവും. സക്രിയയോട് ദൂതൻ പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഗർഭവതിയാകുമെന്ന്. അപ്പോൾ സക്രിയ വചനത്തെ അവിശ്വസിച്ചുകൊണ്ട് പറയുന്നത് പ്രകാരമാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് എന്ന്. അതായത് വചനത്തെ അവിശ്വസിക്കുന്നു. അപ്പോൾ ദൂതൻ മറുപടി പറയുന്ന പ്രകാരമാണ്, യഥാകാലം നിറവേറേണ്ട വചനം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. അപ്പോൾ വചനം എപ്പോഴും നമുക്ക് നൽകപ്പെടുന്നത് അത് വിശ്വസിക്കാനാണ്, വിശ്വസിച്ച് നടപ്പിൽ വരുത്താനാണ്. പരിശുദ്ധ ദൈവമാതാവിനോടും ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ച് ഈശോയെ പ്രസവിക്കുമെന്ന്. അവിടെ പരിശുദ്ധ അമ്മ താൻ കന്യകയാകാൻ കൊതിച്ച് ആഗ്രഹിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതൊരു അവിശ്വാസത്തിൻ്റെ ചോദ്യമല്ല. ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ വ്യക്തമായ മറുപടി പരിശുദ്ധ ദൈവമാതാവിന് കൊടുക്കും, പരിശുദ്ധാത്മാവാലാണ് നീ ഗർഭവതിയാകുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ എല്ലാ സംശയവും തീർന്നു. അവൾ വചനത്തിന് ആമേൻ പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് വചനം എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38. പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു നടപടി, വിശ്വാസ നടപടി എന്ന് പറയുന്നത് ഇതാണ്. വചനം കേൾക്കുന്ന മാത്രയിൽ ആമേൻ പറയുക. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ആലോചനകൾക്കും ധാരണകൾക്കും അപ്പുറത്തുള്ള വിഷയങ്ങളുണ്ടാകും. പക്ഷേ ലൂക്ക 1:37 തിരുവചനം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മൾ മാനുഷികമായി പറയുന്ന തടസ്സങ്ങളൊന്നും ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയാൻ ഒരു തടസ്സമല്ല. കാരണം ദൈവം വലിയവനാണ്, ശക്തനായവൻ. വലിയ കാര്യങ്ങളാണ് മരിയൻ ഉടമ്പടി വഴി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്. വചനം അത് വിശ്വസിക്കാനുള്ളതാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് നടപ്പിൽ വരുത്താനുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകള് അഖണ്ഡ ജപമാല മഹാറാലിയോടനുബന്ധിച്ച് കിട്ടിയ വലിയൊരു ദൈവാനുഭവം, ഈ അടുത്ത അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പാണ് വന്ന് ഇവിടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് വലിയൊരു ദുഃഖം നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് ശരിയായ നടപടിയല്ല. കാരണം വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചു കഴിയുമ്പോൾ
അടയാളം ലഭിച്ചു കഴിയുമ്പോൾ തിടുക്കത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത്. പരിശുദ്ധ ദൈവമാതാവിനുണ്ടായ വലിയ നടപടിയും അതുതന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്ക 1:39 ആ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയാവുകയാണ്. അവിടെ തിടുക്കത്തിൽ യാത്രയായി വചനം വിശ്വസിച്ചുകൊണ്ട് ഇളവയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുമ്പോഴാണ് വലിയ ദൈവിക വെളിപാടുകൾ ഉണ്ടാകുന്നതും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ നമ്മളും എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവ് ഒരു അഭിഷേകം സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതുതന്നെയാണ് ഹെബ്രായർ 4:2 നമ്മൾ വായിക്കുന്നത്. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. നമ്മൾ വലിയ പ്രാർത്ഥനയിലും അഭിഷേകത്തിലും ഒരു ദൈവവുമായിട്ടുള്ള ഒരു ഐക്യത്തിലായിരിക്കുമ്പോഴാണ് ദൈവിക സന്ദേശങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് നടപ്പിൽ വരുത്തുവാനും നമ്മൾക്ക് കഴിയുകയുള്ളൂ. മരിയൻ ഉടമ്പടിയിലെ നിബന്ധനകൾ വച്ചിരിക്കുന്നത് അതിനാണ്. കൃപ വന്ന് നിറയാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും മാറ്റുവാനും കർത്താവിൻ്റെ കൃപ വന്നു നിറയുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരിയൻ ഉടമ്പടിയിലെ ഈ നിബന്ധനകൾ വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ തീക്ഷ്ണതയോടെ കുമ്പസാരിച്ചൊരുങ്ങി ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ മരിയൻ ഉടമ്പടിയിൽ നിങ്ങൾ മുന്നേറാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് ഇപ്രകാരമാണ്: വചനം കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുവാൻ, വചനത്തിന് മാംസം ധരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. സിനി കോട്ടയം അന്നത്തെ മരിയൻ ഉടമ്പടി ആരാധനയുടെ ഒറ്റ സന്ദേശത്തിലാണ് തിരിച്ച് ജോലിക്ക് കയറുന്നത്. കാരണം ജീവിതം ഇനിയും മുന്നോട്ട് നീങ്ങാനുള്ളതാണ്. ഈ മകൾ പടുക്കുഴിയിലോട്ട് വീഴാൻ പോകുന്നതെന്ന് ഒരു ദുരന്തം ഈ മകളെ മാതാവ് തന്നെ അറിയിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈശോയെ, വചനം സ്വീകരിക്കുവാൻ ദൈവ മാതാവിനെ പോലെ എളിമയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന മാത്രയിൽ ഈശോയെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവമാതാവ് പ്രത്യുത്തരം നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാത്ത ഓരോ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും നിൻ്റെ വചനം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് എത്ര കഠിനമാണെങ്കിലും നടപ്പിൽ വരുത്തുവാനുള്ള വലിയൊരു ആത്മാഭിഷേകം ഈ ഒരു ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആവേ മരിയ.